ഈ 18-ലും 17-ലും 19-ലും 2011-ലും കിട്ടിയ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2011 ആദ്യത്തെ സർട്ടിഫിക്കറ്റിൽ, കോട്ടയത്തിന് തന്ന സർട്ടിഫിക്കറ്റിൽ അത് സർക്കാർ ഓർഡർ, ഈ ഓർഡറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അരുന്ധതി ചെക്ലിയർ സമുദായങ്ങൾക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പക്ഷേ തഹസിൽദാറും വില്ലേജ് ഓഫീസറും അതിലുള്ള ആ ഓഫീസിലെ ചില ക്ലർക്കുമാർ, തഹസിൽദാർ തരാന്ന് പറഞ്ഞാലും ക്ലർക്കുമാർ സമ്മതിക്കില്ല. അവരൊരു അഭ്യാസം പോലെ നമ്മളെ ഇന്ന് വാ, നാളെ വാ, മറ്റന്നാളെ വാ, പോയി വാ, അച്ഛൻ എവിടെ ജനിച്ചു, അമ്മ എവിടെ ജനിച്ചു, കുട്ടി എവിടെ ജനിച്ചു, ഈ വക ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിന് മേളിലേക്ക് പോകാൻ പറ്റാതെ, സർക്കാർ ആനുകൂല്യം വേണം, കിട്ടിയാലേ ഞങ്ങൾ പഠിപ്പിക്കുള്ളൂ എന്നല്ല, പക്ഷേ നമ്മൾക്ക് തരുന്ന ആനുകൂല്യം നമ്മുടെ കയ്യിലെത്തണം. കേന്ദ്ര ഫണ്ടായാലും കേരള ഫണ്ടായാലും ഈ 2 കൊല്ലം നമ്മൾക്ക് തന്നേക്കുന്ന കോടികളാണ്, പക്ഷേ നമ്മുടെയിലേക്ക് എത്തിയിട്ടില്ല. പട്ടികജാതി വികസന ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ ഓരോ ജില്ലയ്ക്കും 10ഉം 12ഉം കോടി രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കും വിവരങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോഴാണ് അറിയുന്നത് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരാൾക്കും ഒരു ആനുകൂല്യം കൊടുക്കില്ല. അപ്പൊ ഈ വന്ന ഫണ്ട് എന്ത് ചെയ്തു? നമ്മളിലെത്തിയിട്ടില്ല. സർക്കാർ ഫണ്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനാണ് ഈ പറയുന്നത്. അതാത് കാലഘട്ടങ്ങളിൽ സർക്കാർ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തരുന്ന ആനുകൂല്യങ്ങൾ അത് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ എത്തുന്നില്ല. അത് കിട്ടേണ്ട അവകാശം നമുക്കുണ്ട്. ആരുടെ ഔദാര്യമല്ല. ജാതി സർട്ടിഫിക്കറ്റ് തരാതിരുന്നാൽ നമുക്ക് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടൂല. ജാതി സർട്ടിഫിക്കറ്റ് തരണം. ആനുകൂല്യങ്ങൾ നമുക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ തന്നു. അതില് ജാതി സർട്ടിഫിക്കറ്റിന് യാതൊരു തടസ്സമില്ല, എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ ഒരു കുട്ടി ജനിക്കുന്ന തമിഴ്നാട്ടിലാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കില്ല. അച്ഛനമ്മ ഇവിടെ താമസിക്കുന്നു. തമിഴ്നാട്ടിൽ പോയി ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവം തമിഴ്നാട്ടിലെ അവരുടെ അമ്മയുടെ വീട്ടിലായിരിക്കും. പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ ആ കുട്ടി അവിടെ ജനിച്ചതിന് പേരിൽ എന്ത് നീതി ആ കുട്ടി കിട്ടി? ജാതി സർട്ടിഫിക്കറ്റ് തരില്ല, ആനുകൂല്യങ്ങൾ തരില്ല, വിദ്യാഭ്യാസം ഇല്ല. ഇതെല്ലാം നമ്മൾ ഇത്രയും നാളും നമ്മൾ ഇതുപോലെ സമരങ്ങളൊന്നും ചെയ്തിട്ടില്ല.